ആ ഉമ്പിയെ ഗായ്സ്, നമ്മൾ ഇന്ന് മേട്ടുക്കുഴി മലയുടെ മണ്ടയിലാണ്. ഇവിടെ ഇന്നൊരു ക്യാമ്പിങ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഓഫ് റോഡ് കയറി നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ വന്നു. ഇനിയും മണ്ടയിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നത്. വിഷ്വൽ ബൂട്ടിയല്ലേ കേറങ്ങോട്ടെ. അണ്ടതേ പോകുന്നു. എന്തൊക്കെ ശീലമാണ്. അപ്പൊ എന്റെ അവസ്ഥയോ ഞാൻ പോലെ ഇതിലും പറയാനുള്ളൂ. അല്ല ഇവിടെ മറ്റേ പുലി ഇറങ്ങിയാന്നൊക്കെ പറഞ്ഞ ഉള്ളതാണോ? ഗോവിന്ദിന്റെ അവിടെയാണ് പുലി ഇറങ്ങിയ വൈകിട്ട് പുലിമുലിനെ ചോദിച്ചാൽ പുലിമുലിയും മറ്റും വരാറുണ്ടോ? പാറയൊക്കെ ഇളക്കി എടുക്കാൻ ഇതിനെ ഒറ്റയ്ക്കടിക്കാൻ സ്റ്റഫാ. ആ സ്റ്റഫാണോ ഉദ്ദേശിച്ചത്? എന്നിട്ട് ചായ കുടിക്കാറുണ്ടോ? ചോര ഉണ്ട്. നല്ല ചോരയുണ്ടോ? പുലിയ എടോ ശരിയാണല്ലോ. ചോരമണം കണ്ട പുലിയൊക്കെ വരുമല്ലോ. ഗ്യാസ് വെച്ചില്ല. എല്ലാ സെറ്റിലും കത്താതെ മഴത്തുള്ളിയാ മിക്കവാറും ഇന്ന് പൊഴിയും. ആ മലയുടെ മണ്ടയിലേക്ക് കണ്ടു. മേഘം മുട്ടിയില്ലാന്ന് പറഞ്ഞാൽ നീ. അതിമനോഹരമായ സ്ഥലം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ക്യാമ്പിംഗ് വീഡിയോ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെൻറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ നല്ല തണുപ്പാണ് കയറി വന്നപ്പോഴത്തേക്കും. എന്നാൽ പിന്നെ ഒരു കാപ്പി ഇട്ടിട്ട് ബാക്കി പൈഡ് ഉറങ്ങാൻ വിചാരിച്ചു. നല്ല വിഷ്വൽ ബ്യൂട്ടി കണ്ണെങ്കിലും വരുള്ളൂ. കുക്കിംഗ് വിത്ത് മൈ ഫ്രണ്ട്സ്. അരമണിക്കൂറായി. ചായ ആയോ സാറേ? പുഴുങ്ങിയ ഫോണോ? അച്ഛൻ്റെ ഒഴി എന്നൊക്കെ പറഞ്ഞാൽ എന്നാ ഒഴിയെന്നറിയോ?
എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. എന്നാ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതേ കുടിച്ചേ പറ്റത്തുള്ളൂ. ഇനിയിപ്പൊ കുറ്റം പറയാനൊന്നും എനിക്ക് കല്യാണം കഴിക്കാനുള്ള പക്വത ആയിട്ടില്ലത്. നമുക്ക് പെണ്ണില്ല. ഇത് അശ്വിന്റെ കോട്ടയാ. അശ്വിന്റെ കോട്ട എന്റെ അച്ഛന്റെ പ്രോപ്പർട്ടിയാണ്. അതല്ലേ നിങ്ങൾ ആയ കാലത്ത് വെട്ടിപ്പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ വല്യപ്പൻ ഇതാണ് ഞങ്ങളുടെ അശ്വിന്റെ ഏരിയ. ഇവിടെ ഒന്നും ഒരുത്തിനും അശ്വിനെ തൊടാൻ പറ്റത്തില്ല. അശ്വിനാരും നിനക്കറിയാവോ? അതല്ല, ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് നിനക്കറിയാവോ? അപ്പൊ ഗൈസ് നമ്മുടെ ടെന്റും സാധനം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. രാവിലത്തെ മോർണിംഗ് ഷോട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നമുക്ക് സൺറൈസ് അവിടെ നിന്നായിരിക്കും. ഏതാ കിഴക്ക്? അപ്പോൾ അവിടെ നിന്നായിരിക്കും സൺറൈസ് വരുന്നത്. കാലാവസ്ഥ നല്ലതാണെങ്കിൽ നമുക്ക് അതിൻ്റെ വിഷ്വലും കൂടെ കാണിച്ചു തരാം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ടൗൺ മേഖല നമുക്ക് ഫ്രണ്ടിലോട്ട് കാണുന്ന മൊത്തം. കുറേ കഴിയുമ്പോഴത്തേക്കും ലൈറ്റ് മാത്രമായിട്ട് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അതിനിപ്പോൾ പോകുന്നുണ്ടോ? പിന്നെ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നല്ലൊരു സ്ഥലം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്, പക്ഷെ അവൻ പോവാ. പോകണ്ടോ? നിൽക്കണം. നമുക്ക് രാത്രി 3 പേർ കൂടെ ത്രീസം അല്ല നല്ല അടിപൊളി സ്ഥലമാണ് ഗൈസ്. ഒരു പ്രാവശ്യം ഇവിടെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഞങ്ങൾക്ക് ക്യാമ്പിങ്ങിന് ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ കുറ്റിയും പർച്ചെണ്ടിങ്ങിട്ട് വന്നാം. ഇവിടെ ഒന്നും അങ്ങനെ അധികം ആരും വരികയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് പോകത്തേ ഉള്ളൂ. മേട്ടുക്കുഴി വ്യൂ പോയിന്റ് പൊളി സ്ഥലം. അശ്വിൻ്റെ ഏരിയ ആയത് അങ്ങനെ ആർക്കും തൊടാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ് നമുക്ക് രാത്രിയിലത്തെ വേറെ എന്തെങ്കിലും വിഷയം കിട്ടുവാണെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് മോർണിംഗ് ഷോട്ട് കാണിച്ചു തരാം. ഓ ഗൈസ്, കട്ടപ്പനയുടെ രാത്രിയിലത്തെ വിഷയമാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഈ നിരന്ന് കിടക്കുന്ന എല്ലാം കട്ടപ്പനയിലെ ഓരോരോ ലൈറ്റുകളാണ്. ഗൈസ്, നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ മോർണിംഗ് സമയമാണ്. ഇപ്പോൾ മേട്ടുക്കുഴി മലയുടെ നല്ല അടിപൊളി വിഷയം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൺ ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് സൺറൈസും കാര്യങ്ങളും കിട്ടില്ല. നല്ല കോടയുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ രാവിലെ കട്ടൻ ഇട്ട് കുടിച്ചു, ഒന്ന് ഫ്രഷായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് ഒരു ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് കഴിക്കാം. നമുക്ക് ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പം പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. നൂഡിൽസ് ഇതിൻ്റെ അകത്ത് ചൂടുവെള്ളത്തിൽ ഒഴിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും 2 മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ മാഹിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുണ്ടോ, ഈ ഇത് സാധനം നമ്മൾ പകുതി വരെ ആക്കി ഈ ഒരു ലെയർ കൊടുത്തേക്കുന്നില്ലേ, ഇവിടം വരെ ആക്കി കഴിഞ്ഞിട്ട് ചൂടുവെള്ളം തിളപ്പിച്ച ശേഷം ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് പിന്നെയും ക്ലോസ് ആക്കി വെക്കണം. ഇത് 4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് റെഡി ആകുമെന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. ഇത് അറിയത്തില്ല, ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് കുറച്ച് കഴിഞ്ഞാൽ വരാം. മതി, അത് തിളച്ച് വരുമ്പോൾ നേരം. ഇതിനകത്ത് നമുക്ക് മാഗിയുടെ വക ഫ്രീ ആയിട്ട് ടോയ് ഉണ്ട്. ടോയ് കറക്റ്റ് നേരത്തെ കുക്കായിരുന്നു. നമ്മളിതുപോലെ തന്നെ അടച്ച് ഒരു 4 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പം നൂഡിൽസ് റെഡിയാകും എന്നാണ് അവകാശപ്പെടുന്നത്. മാഗിയുടെ കൂടെ ഞങ്ങൾ ചിക്കൻ്റെ സൂപ്പ് മേടിച്ചിട്ടുണ്ട്. ഇത് നോർമൽ പോലെ തന്നെ ചൂടുവെള്ളത്തിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ സൂപ്പ് റെഡിയാകും. ചിക്കൻ സൂപ്പ്
ചൂടുവെള്ളത്തിൽ 3 മിനിറ്റ് ഇളക്കിയാ ചൂടാക്കിക്കൊണ്ട് തന്നെ ഇളക്കണം, ബോയിൽ ചെയ്തോണ്ട് ഇളക്കണം. അങ്ങനെയാണോ? ആ, ഞങ്ങൾ 4 ടെൻറ്റ്. ഈ പ്ലാസ്റ്റിക് കവറൊന്നും ഞങ്ങൾ ഇവിടെ ഇടില്ല കേട്ടോ ഗൈസ്. ഞങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ്. ഇതെല്ലാം ഞങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് താഴെ ഒരു വേസ്റ്റ് ബക്കറ്റ് ഉണ്ടാവും അവിടെ. നമ്മുടെ നാട്ടിലെ അവസ്ഥ ഭയങ്കര ദുരിതമാണ്. മുക്കിന് ക്യാമറയുണ്ട്, പക്ഷെ വേസ്റ്റ് ഇടാൻ ഒരു മറച്ചു വിട്ടാലും ജീവിക്കാം. മേടിക്കുക, 2 മേടിക്കുക, എവിടെയെങ്കിലും 2 ദിവസത്തേനെ ഓടിക്കാണ്. അപ്പോൾ ഞാൻ തിരിച്ചു വിളിക്കുമല്ലോ, മകനെ മടങ്ങി വരും. ഉണ്ടോ ചിക്കൻ്റെ പീസൊക്കെ എടുക്കുന്നുണ്ടോ? അങ്ങനെ ലീവ് ചോദിക്കുന്നത്. എനിക്ക് നാളെ ലീവ് വേണം മാഡം. എന്തിന്? നാളെ എൻ്റെ പറമ്പിൽ അടയ്ക്കാൻ മാറി. വേണ്ട വേണ്ട, കൊഴുത്ത സൂപ്പ് ഊതിയിട്ട് കുടിക്കാൻ അറിയാം. ഗ്ലാസ്സിനകത്തൊന്നും വേണ്ട, പിന്നെ ഇതിനകത്തൊന്നും ഊരിയൊന്നുമില്ല. കഴപ്പ് തന്നെ. നമ്മുടെ നല്ല ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ചിക്കൻ സൂപ്പും മാഗിയും, അതാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം ഇതിൻ്റെ കേസ് എന്തായോ എന്ത് 4 മിനിറ്റ് ആയിട്ട് ഈ സാധനം റെഡി ആയില്ലെങ്കിൽ അപ്പം ഞാൻ പറയാം. എന്താ 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 അതില്ല. ആ എന്നാ ഊമ്പിക്ക. റബ്ബർ ബാൻഡ് ഞങ്ങൾ അസ്വസ്ഥരാണ്. ഇതെന്നത് റബ്ബർ ബാൻഡോ മയില് എന്നാണത്? കുറച്ചേരും മാഗി പറഞ്ഞ 4 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ അരമണിക്കൂറായി. മിസ്റ്റർ ഈ മാഗിയുടെ ഓണറാണ്. ഏതാവൻ? ഇളിയവനെ? സൂപ്പ് കുഴപ്പമില്ല, പക്ഷെ മാഗി ഞങ്ങളെ മുമ്പിച്ചു. അപ്പോൾ ഗൈസ്, നമ്മുടെ സൂപ്പും എവിടെയില്ല. നൂഡിൽസ് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിന് ഇഷ്ടപ്പെട്ടു. മൊത്തം ഇരുന്ന് കയറ്റുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത്. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പം ഇത് നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ അവസാനിപ്പിക്കുക. രാവിലെ ഞങ്ങൾക്ക് ഇന്നും സൺറൈസ് കിട്ടിയില്ല. നമ്മൾ തന്നെ ഒരു പറച്ചുണ്ടല്ലോ, നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ പ്രകൃതി കൂടെ വെറുതെ തൽക്കാലം ഇത്ര അത്യാവശ്യമായിട്ടുള്ളൊരു വ്യൂ കിട്ടി. അശ്വിൻ രാത്രി ഇറങ്ങിപ്പോയോണ്ട് അവനെ കണ്ടില്ല. നമുക്ക് വേറൊരു വീഡിയോയിൽ അടുത്ത ആഴ്ച ഞങ്ങൾ ഇതുപോലെ വേറെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അശ്വിൻ എന്തായാലും അതിനകത്ത് കാണും എന്ന് പ്രതീക്ഷിക്കാം. വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ബൈ.